വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു പാർക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്താ ഹാപ്പി ആണോ? ഇല്ലടോ, നനയ എങ്ങനെയാപ്പോ? ഞങ്ങക്ക് അറിയില്ലായിരുന്നു റിക്കു നനയാൻ പറ്റുന്നേ. അപ്പൊ നമുക്ക് നനയുണ്ടോ അല്ലേ റിക്കോ? ഇങ്ങനെ പിന്നെ നനയാ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇത് കൊണ്ടുവന്നുണ്ട്, പിടിക്ക്. അപ്പോൾ അങ്ങനെ വീണ് കിട്ടിയൊരു ഹോളിഡേ എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ്, നമ്മുടെ കാക്കനാടുള്ള. അപ്പോൾ റിക്കുവിന് ഇതൊരു സർപ്രൈസ് ആയിരുന്നു. നമ്മളെങ്ങടെ പോണേന്നൊന്നും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരുന്നു. വീഗാലാൻഡിൻ്റെ സെയിം സിസ്റ്റർ കൺസേൺ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫുൾഫിൽ ആവുകയും ചെയ്തു. അതാരാടാ നിക്കുന്നത് അവിടെ കോട്ടൊക്കെ ഇട്ടിട്ട്? കോട്ടൊക്കെ ഇട്ടിട്ട് മജീഷ്യൻ അല്ല, മെജിഷ്യൻ. നമുക്ക് ഇതുപോലത്തെ സൈക്കിളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ചോട്ടിട്ട് പോവാം. വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസാണ് ഇതിൻ്റെ എൻട്രി ഫീസായിട്ട് വരുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോളിഡേ ആയതിനാൽ 360 റുപ്പീസായിരുന്നു ഇതിൻ്റെ പെർ ചാർജ്, ഒരു ആൾക്ക് എൻട്രി ചാർജ് വരുന്നത്. ഇതിൽ കുറേ അമ്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് സിപ്പ് ലൈൻസ് അവൈലബിൾ ആണ്, അതുപോലെ കുട്ടികൾക്ക് പൂള്, കുട്ടികൾക്കല്ല വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ പൂൾ അവൈലബിൾ ആണ്. പൂളിന് സെപ്പറേറ്റ് ചാർജാണ്, സിപ്പ് ലൈനിനും സെപ്പറേറ്റ് ചാർജാണ്. അതല്ലാതെ ബാക്കിയുള്ള എല്ലാ ഗെയിംസും കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ഫീസൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു ടീ സ്റ്റോളുണ്ട്, നമുക്ക് ഫീഡിങ് റൂം, ടോയ്ലറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ പല ആക്ടിവിറ്റീസും നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഇന്ന് നമുക്കൊരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒരു മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം അത് വാച്ച് ചെയ്യാനായിട്ട്. ലീവ് ദ ഫസ്റ്റ് വൺ, എന്നിട്ട് സെക്കൻഡ് വണ്ണിലേക്ക്. അത്യാവശ്യം നടന്ന് കാണാൻ തന്നെ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫിഷ് പൂൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു താമരകളൊക്കെ ആയിട്ട്, പിന്നെ എന്താ അതിനെ പറയുക, വാത്തോ താറാവോ അങ്ങനെ എന്തോ ഒരു പോലത്തെ, എനിക്ക് ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, സോറി. അപ്പോൾ സ്വാനാണോ അല്ല, ഐ ഡോണ്ട് നോ. ഇവിടുത്തെ വേറെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഇവരിവിടെ ഏരിയാസ് പ്രൊവൈഡ് ചെയ്യും. അവരോട് മുമ്പേ ഇൻഫോം ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. എൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ട്രീ, ഒരു കൈയിൻ്റെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ളൊരു ആർട്ട് വർക്ക്. എപ്പോഴെങ്കിലും വീട് പണിയണ കാലത്ത് ചാൻസ് കിട്ടിയാൽ ഇങ്ങനൊരു സാധനം കൺസ്ട്രക്ട് ചെയ്ത് വെക്കണമെന്ന് എനിക്ക് ഒരു. പിന്നെ ഞങ്ങൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇതിൽ നടന്നിട്ട് ഒരു ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് ഇറങ്ങാനായിട്ട് വളരെ വൃത്തിയായിരുന്നു അത് കാണാനും. കാണിച്ചേ റിക്കു, റിക്കു കാണിച്ചേ. ഇന്നത്തെ മാജിക് ഷോൻ്റെ കൂടെ ഈ ബലൂൺ ആർട്ട് നല്ല രസമായിട്ട് അവർ പൂവും ഗണ്ണും അതുപോലെ പല പല സാധനങ്ങൾ ബലൂൺസ് വെച്ചിട്ട് അവർ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. മോൻ പോയി ഒരെണ്ണം മേടിച്ചിട്ട് വന്നു. പിന്നെ ഇവിടുത്തെ മറ്റേ വാൾ ക്ലൈമ്പിങ്, മൗണ്ടെയിൻ ക്ലൈമ്പിങ്ങിൻ്റെ വാൾ ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ ഹൈറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അവന് പറ്റിയില്ല. ഈ ഒരു ഓപ്പൺ ജിം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്ര വരെ ആകുമ്പോഴേക്കും നമ്മുടെ ബേബിയുടെ മൂഡ് പോയി, ആളാകെ കരച്ചിലും ബഹളമായി. ഞങ്ങൾ നേരെ ഫീഡിങ് റൂം തപ്പി ഇറങ്ങി, ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ നല്ല അടിപൊളി ഒരു കോർട്ട്. അപ്പോൾ അതിൽ പിള്ളേർ സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ട്. നല്ലൊരു വലിയ ഏരിയ, അതിൻ്റെ ചുറ്റും ആൾക്കാർ സൈക്ലിങ്ങിന് പോകുന്നുണ്ട്. നല്ല കാമായിട്ട് നമുക്ക് ഇവർക്ക് രാവിലെകളിൽ വാക്കിങ്ങിനുള്ള ഫെസിലിറ്റി, അതുപോലെ സ്വിമ്മിങ്ങിനുള്ളത്. ഇപ്പോൾ ഈ ആഴ്ച തൊട്ട് സ്വിമ്മിങ്ങിൻ്റെ കോച്ചിങ്, അങ്ങനത്തെ എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് ഇവിടെ.
മോർണിംഗ് വാക്സിന് വരാനും അതുപോലെ സ്വിമ്മിങ്ങിനൊക്കെ വരാനായിട്ട് ഇവിടെ ഒരു മെമ്പർഷിപ്പ് കാർഡും അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ രാവിലെകളിൽ വന്ന് സമാധാനപരമായി ഒന്ന് നടക്കാൻ ഇറങ്ങാനൊക്കെ പറ്റിയ ആംബിയൻസ് ഉള്ളൊരു സ്ഥലം, വളരെ കാം ആൻഡ് സെറീൻ ആയിട്ടുള്ളൊരു പ്ലേസ്. ഈ കാണുന്ന ഏരിയ ഒരു 4 വീലർ അവർ വെച്ചിട്ടുണ്ട്. അവിടെ ഇതുപോലെ നമ്മുടെ സിഗ്നലും റോഡ് പോലെ എല്ലാം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വണ്ടി ഓടിക്കാൻ അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ശരിക്കും ഒരു റോട്ടിൽ കൂടെ ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. കുറേ നേരം മൂപ്പര് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ചൊക്കെ കളിച്ചു. പിന്നെ ഇതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല, കാരണം ടയറൊക്കെ പല വഴിക്കൊക്കെ പോകുന്നുണ്ട്. എന്തോ എനിക്ക് കണ്ടിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ് തോന്നിയത് ഈ വണ്ടി കണ്ടപ്പോൾ. വാട്ട് എവർ, ഹി എൻജോയ്ഡ് ഇറ്റ്. അവൻ തന്നെ വണ്ടി ഓടിക്കുന്ന കണ്ടപ്പോൾ കുട്ടൻ പോയിട്ട് ട്രാഫിക് സിഗ്നൽസും അതിൻ്റെ റൂൾസും വണ്ടി എങ്ങനെ ഓടണം, ഏത് സൈഡിൽ കൂടെ ഓടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനും കൂടി നമുക്ക് ഈ ഒരു സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സീരിയസ് ആയിട്ട് കേൾക്കണേ, ഇതായിരുന്നു നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് ഏരിയ, നല്ല കവേർഡായിട്ടുള്ള സ്വിമ്മിങ് ഏരിയ. അപ്പം 3 തരത്തിൽ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പൂളിൻ്റെ ഡെപ്ത് അനുസരിച്ച്. കുട്ടികൾക്ക് ഇവിടെ സ്വിമ്മിങ് ക്ലാസ്സസ് അവൈലബിൾ ആണെന്നും പറഞ്ഞു അവർ. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോയ്ലറ്റ്സ് ആയാലും ചേഞ്ചിങ് റൂംസ് ആയാലും ലോക്കർ സിസ്റ്റം ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. നല്ലപോലെ മോനിവിടെ എൻജോയ് ചെയ്തു. പൂളിലെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റി, ഇതെല്ലാം അടിപൊളിയായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ നൈറ്റ് വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്ക്. ഇപ്പോൾ ഒക്കെ കുട്ടികൾക്ക് കളിക്കാനധികം സ്ഥലവും ഏരിയാസും ഒന്നും ഇല്ലാത്തൊരു സറൗണ്ടിങ്സിലാണ് പലരും ജീവിക്കുന്നത്. ഇപ്പോൾ ഫ്ലാറ്റ് പോലെയുള്ള ഫെസിലിറ്റിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ എന്താ പറയുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിറഞ്ഞ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് ആയിരുന്നു ഇവിടെ. അപ്പോൾ പോയിട്ടില്ലാത്തവർ അവിടേക്കൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ പറയണു. അടുത്തത് ഇതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഗോകുൽ ഊട്ടുപുരയിലേക്കാണ് ഞങ്ങളുടെ ഡിന്നർ കഴിക്കാനായിട്ട്. നല്ലൊരു ഡിന്നറായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാം.